സമനില എന്നോ തെറ്റിയാണ്, ഇപ്പോഴൊന്നുമല്ല. ഓൻ്റെ മോനെ രസിച്ചത് ആരാ? നമ്മളെ യൂസുഫ് അലി ആണ് രസിച്ചത്, ഗൾഫിൽ കുടുങ്ങിയിട്ട്. ലോകത്തെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ല എന്താന്നുള്ളത്. വെള്ളാപ്പള്ളിയുടെ സമനില തെറ്റിയല്ല, വെള്ളാപ്പള്ളി നല്ല ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. മൈക്രോ ഫിനാൻസിൽ നിന്ന് ഇയാൾക്ക് കഴിച്ചിലാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രീണിപ്പിക്കലേ നടക്കുള്ളൂ. അതാണ് സംഗതി. അല്ല, ഒരിക്കലില്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ ശ്വാസം വിടാൻ കഴിയുന്നില്ല, മലപ്പുറം ജില്ലയല്ലേ പറഞ്ഞു. മുസ്ലിം ലീഗിന് ശ്വാസം വിടാൻ പാടില്ല എന്ന് പറഞ്ഞോ? അങ്ങനല്ല, അത് വളച്ചൊടിക്കാണ്. ഓനിക്കിപ്പോ 3 പേര് ലൂസാണ്. കാരണം എന്തും പറയാനുള്ള നാവുണ്ടല്ലോ, ആ നാവ് പോയത്തെ ഒഴുക്കുവെള്ളമായിട്ടുള്ള ആളാണ് ഓനി. നന്നാവൂല. അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല. കാരണം തോന്നുന്നു നശിച്ചു പോയൊരു മനുഷ്യനാണെന്നാണ്. എന്താ സ്കൂളുകളും മറ്റൊന്നും വിവാഹത്തിന് കൊടുക്കുന്നില്ല എന്നല്ലേ? അത് 9 വർഷം ഭരിച്ചിട്ട് അതെന്തായി ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അയാൾക്കില്ല. ഇനിയോ ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു ജില്ലയാണ്. എല്ലാവരെയും ആരും ഒപ്പം പോയാലും ഒരു ജനങ്ങളെ സഹായിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അയാളും പി സി ജോർജൊക്കെ അതിൻ്റെതായ ആ നിലവാരം തന്നെ പോയി കൊടുക്കുള്ളൂ. അതൊരു ഇഞ്ചക്ഷൻ കയറിപ്പോയി ൊക്കെ അങ്ങനെ ആയിപ്പോയാൽ, തലച്ചോറിലൊക്കെ കയറിപ്പോയാൽ അതങ്ങനെ വരുള്ളൂ. അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. മലപ്പുറം നല്ലൊരു ജില്ലയാണ്. സൂപ്പറാണ്. നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നല്ല മനുഷ്യരാണ്. അവനെ ഹിന്ദുക്കൾ ആരും എന്ത് ചെയ്യണില്ല, അംഗീകരിക്കണമില്ല. ഓനെ പി സി ജോർജിനൊന്നും എന്ത് ചെയ്യണില്ല, നമ്മളെ കേരളത്തിലെ ഒരു ജനങ്ങളും അംഗീകരിക്കണില്ല. അതൊക്കെ കോളാമ്പിയ കണ്ടില്ല. ഞങ്ങൾ ഇന്നലെ ചാനലുകാരെ അടിച്ചു മാറ്റണ് ഇങ്ങനെ ആക്കിയായിട്ട്, നാവ് അടിച്ചായിട്ട്. ഏതൊരു മതസ്ഥനും അവിടെ കുറച്ചൊരു മാസമെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ പറ്റി അറിയാൻ പറ്റും. വെള്ളാപ്പള്ളിക്ക് എന്താ മാനസികമായിട്ടുള്ള എന്തായാലും തകരാറുണ്ടെന്ന് തോന്നുന്നു. അയാളിങ്ങനെ വർഗീയത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നിച്ച് ജീവിച്ച് മരിച്ചുകൊണ്ട് ആളുകളല്ലേ ഈ വർഗീയത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ ഫുള്ള് വർഗീയതല്ലേ പറയണേ. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ഹിന്ദു സമുദായത്തിന് മലപ്പുറത്ത് ശ്വാസം വിടാൻ കഴിയുന്നില്ല എന്നുള്ള പ്രസ്താവനയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുൻപ് നടത്തിയത്. ഇന്നലെ പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു പറഞ്ഞത് SNDP പോലുള്ള സ്കൂളുകൾ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായി ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലത്ത് തുടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലത്തിനെ വേട്ടയാടുന്നതിന് വെള്ളാപ്പള്ളി നടേശന്റെ സമനില തെറ്റിയോ? ഇനി ജനങ്ങൾ പറയട്ടെ. സമനില എന്നോ തെറ്റിയാണ്, ഇപ്പോഴൊന്നുമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തെറ്റിയാണ്. ഓനക്ക് മാനസിക ഭ്രാന്താന്നുള്ളത്. ഓൻ്റെ മോനെ രസിച്ചത് ആരാ? മലപ്പുറം ജില്ലക്കാർ നമ്മളെ യൂസുഫ് അലി ആണ് രസിച്ചത്, ഗൾഫിൽ കുടുങ്ങിയിട്ട് കോടികൾ കൊടുത്തുകാട്ട്. എന്താ അപ്പം അതിന് പറയാ? ഇപ്പോൾ ഞാൻ ഒരു വാർത്തയിൽ കേട്ടത്, ഓനക്ക് സെക്യൂരിറ്റിക്കും വേണ്ടി കാട്ടി 25 ലക്ഷം ഉറുപ്പ്യ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കണമെന്ന് കേട്ട്, ചിലവാണെന്ന് കേട്ടു. എന്തിന് ഈ ചങ്ങായക്കത്ത് കൊടുക്കണേ? ഈ വർഗീയ തുപ്പണ ഇവനക്കൊക്കെ എന്തിന് സെക്യൂരിറ്റി ഇവനെ? അതിൻ്റെ ആവശ്യമുണ്ടോ? മലപ്പുറം ജില്ലയെ പറ്റി എല്ലാവർക്കും അറിഞ്ഞ, ലോകത്തെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ല എന്താണെന്നുള്ളത്. ഏറ്റവും നല്ല സൗഹാർദ്ദമുള്ള ജില്ലയാണ് മലപ്പുറം. ഞാൻ മലപ്പുറക്കാരനാണ്. മലപ്പുറം ജില്ല ഏറ്റവും നല്ല ജില്ല, ഏറ്റവും മതസൗഹാർദ്ദത്തിന് ഏറ്റവും നല്ല ജില്ല, ജീവിക്കാൻ പറ്റിയ ജില്ല. ഞങ്ങൾ ഒരാളെ സ്കൂട്ടർ അവിടെ സ്റ്റാൻഡ് തട്ടി ഞങ്ങൾ പറയും, ഞങ്ങൾ എന്താ വേണ്ടിച്ചാൽ എന്ത് ചെയ്യും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് മലപ്പുറം ജില്ലക്കാർ. ഈ ചങ്ങായിക്ക് എന്താ അറിയാം? ഒന്നും അറിയില്ല. അവനക്ക് വർഗീയത ഉപ്പാനല്ല എന്ത് ചെയ്യില്ല, ഒന്നും അറിയില്ല അവനക്ക്. അവനെ ഹിന്ദുക്കൾ ആരും എന്ത് ചെയ്യണില്ല, അംഗീകരിക്കണമില്ല. ഓനെ പി സി ജോർജിനൊന്നും എന്ത് ചെയ്യണില്ല, നമ്മളെ കേരളത്തിലെ ഒരു ജനങ്ങളും അംഗീകരിക്കണില്ല. അതൊക്കെ കോളാമ്പിയ കണ്ടില്ല. ഞങ്ങൾ ഇന്നലെ ചാനലുകാരെ അടിച്ചു മാറ്റണ് ഇങ്ങനെ ആക്കിയായിട്ട്, നാവ് അടിച്ചായിട്ട്. ഒരു കാട്ടുപ പോലാണ് അവൻ്റെ മുഖം കണ്ടാൽ. ഓൻ്റെയും പി സി ജോർജിൻ്റെ ഒക്കെ മുഖം കണ്ടാൽ എങ്ങനെ ചെന്നായി എങ്ങനെ വരുന്നേ? ആ കോലത്തിലാണ് എന്ത് ചെയ്യണേ ജനങ്ങളും അവനെ കാണുന്നത്. പക്ഷെ ആ ചങ്ങായിക്ക് അറിയണ്ടേ, ഞാൻ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യണേ മോശക്കാരനാകാന്നുള്ളത്. ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ള ആരെങ്കിലും ഒരാളുണ്ടോ CPM-ൻ്റെ കൂടെ? ആ ഗോവിന്ദ മാസ്റ്റേക്ക് പറഞ്ഞു കൊടുക്കൂടെ? അതും പറഞ്ഞു കൊടുക്കില്ല. വെള്ളാപ്പള്ളിയുടെ സമനില തെറ്റിയല്ല, വെള്ളാപ്പള്ളി നല്ല ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. മൈക്രോ ഫിനാൻസ് എന്നൊരു സംഗതി മൂപ്പര് പേരുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്താണ് ആരോപണം വന്നത്. അതിൻ്റെ പേരിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവരുടെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്യുന്ന സംഗതി. അപ്പോൾ ഇതിൽ നിന്ന് ഈ കൊടുക്കുന്ന കൂരണമെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിച്ചാലേ നടക്കുള്ളൂ. ഇപ്പോൾ ഒരു റിപ്പോർട്ടർ TV ഈ വൈക്കാവൻ സംഭവിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ TVയുടെ ഉടമകൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അവരും ചെയ്യുന്നത് ഈ സർക്കാരിനെ പുകഴ്ത്തുക, എല്ലാം അവർ ലോക്കായി പോകും. അതേപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്ന കാര്യം. മൈക്രോ ഫിനാൻസിൽ ഇവർക്ക് പ്രത്യക്ഷത്തിൽ എല്ലാം കൊണ്ട് VSന്റെ സർക്കാരിൻ്റെ സമയത്ത് ഇവർക്ക് പ്രതികൂലമായിട്ടാണ് വെള്ളാപ്പള്ളി ആർട്ട് സംഘത്തിനെതിരെ കേസ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു തരം എന്താ പറയുക സുഖിപ്പിക്കൽ,
അല്ലെങ്കിൽ ഇവരെ പ്രീണിപ്പിച്ച് ഇടതുപക്ഷത്തെ പ്രീണിപ്പിച്ച് കൊണ്ടുപോകാൻ വേറെ രക്ഷയില്ല. എന്താണ് മലപ്പുറം ജില്ല? ഞാൻ മലപ്പുറത്തുകാരനാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ഉള്ള സംഗതി പാടില്ല. ആർക്കും സ്കൂൾ തുടങ്ങാം, പൈസ ഉണ്ടെങ്കിൽ ആർക്കും ഭൂമി കിട്ടും. വെള്ളാപ്പള്ളി പോലെയുള്ള ഒരു സാമുദായിക നേതാവിന്, സ്വാധീനമുള്ള നേതാവിന് ഇത്രമാത്രം മാധ്യമങ്ങൾ പിന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവിന് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്ക് നിഷ്പ്രയാസം അനുമതി കിട്ടും. സ്വാധീനമുള്ള ആളാണല്ലോ, പിന്നെ പൈസയുള്ള ആളാണ്, സ്ഥലത്തിന് സ്ഥലം എല്ലാം കിട്ടുന്ന സംഗതിയാണ് മലപ്പുറം ജില്ലയിൽ. ഒരുപാട് മുസ്ലിം സംഘടനകൾ എല്ലാവരും അവിടെ സ്കൂൾ നടത്തുന്നുണ്ട്. അല്ലാത്തവരും മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു പക്ഷേ അവിടെ LP UP ഒക്കെ ഗവൺമെന്റാണ്, ഓരോ വാർഡിലൊക്കെ ഓരോ സ്കൂളുകളുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്ന സംഗതി, ഞാൻ ഒരുപാടായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നിരീക്ഷിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു ഉത്തരം ഇതാണ്: മൈക്രോ ഫിനാൻസിൽ നിന്ന് ഇയാൾക്ക് കഴിച്ചിലാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രീണിപ്പിക്കലേ നടക്കുള്ളൂ. അതാണ് സംഗതി. ഇനിയിപ്പോൾ വലതുപക്ഷം UDF വന്നു കഴിഞ്ഞാൽ ഈ മൈക്രോ ഫിനാൻസ് പുനരന്വേഷണം നടത്തുമോ, വെള്ളാപ്പള്ളി അകത്താവൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ നിലനിൽപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഗതി. മൂപ്പര് വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ലീഗാരെ പറയുമ്പോൾ അത് വർഗീയവൽക്കരിക്കുകയാണ്. മൂപ്പര് മൊത്തത്തിൽ മുസ്ലിങ്ങളല്ല പറയുന്നത്. മൂപ്പര് പറയുന്നത് മലപ്പുറത്തെ രാഷ്ട്രീയ മൂപ്പര് പറയുന്നത് അല്ല, മലപ്പുറത്ത് രാഷ്ട്രീയമല്ല. മലപ്പുറത്ത് ഹിന്ദു സഹോദരന്മാർക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ല പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രശ്നമാക്കി മാറ്റണ്ട നിങ്ങൾ. അതല്ല, വർഗീയവൽക്കരിക്കാനുള്ള പ്രശ്നമല്ല അത്. അത് മൂപ്പര് കാഴ്ചപ്പാട് മൂപ്പരോട് ചോദിക്കണം. മൂപ്പര് എന്താ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. മലപ്പുറം ജില്ല എന്ന് പറയുന്ന സ്ഥലം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മലപ്പുറം ജില്ല മതസ്വാർത്ഥത്തിന്റെ സ്ഥലമാണ് മലപ്പുറം ജില്ല. അത് പ്രത്യേക ആദ്യം സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാം? പുരോഗതി മലപ്പുറം ജില്ലനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ കുഴപ്പം? എടുത്തു പറയാൻ പറ്റുന്ന ഒന്നുമില്ലല്ലോ. അവിടെ സ്വാതന്ത്ര്യത്തിന് പോലും പോരാടിയ രാജ്യമാണ്. എന്താണ് ഭാര്യകുന്ന് കുഞ്ഞു, അതൊക്കെ ചരിത്രം നമ്മൾ അറിയുന്നല്ലേ മലപ്പുറത്തെ കാര്യം. അത് മതസ്വാർത്ഥത്തിന്റെ സ്ഥലമാണ് മലപ്പുറം. വെള്ളാപ്പള്ളി എന്ന് പറയുകയാണെങ്കിലും വെള്ളാപ്പള്ളി മൊത്തത്തിലല്ല, ആക്ഷേപിക്കല്ല. അത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലത്തെ പോപ്പുലർ ഫണ്ടും ലീഗും അത് മറ്റുള്ളവരെന്തായാലും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയിട്ട് വർഗീയവൽക്കരിക്കാണ്. നിങ്ങളൊരു ഇടതുപക്ഷ അനുയായിയാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എങ്ങനെ ക്യാപ്സ്യൂൾ അടിക്കുന്നത്? അങ്ങനല്ല, അതിന്റെ കൊണ്ടല്ല. ഇപ്പൊ മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെ മലപ്പുറം ജില്ലയെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ മാത്രം പറയാന്ന് പറയാം? അങ്ങനെ ഒരു സംഭവമില്ല. മലപ്പുറം ജില്ലയെ പറയാം, മലപ്പുറം ജില്ലയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ബാധിക്കും. അല്ല, ഒരിക്കലും ഇല്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ ശ്വാസം വിടാൻ കഴിയുന്നില്ല, മലപ്പുറം ജില്ലയല്ലേ പറഞ്ഞു. മുസ്ലിം ലീഗിന് ശ്വാസം വിടാൻ പാടില്ല എന്ന് പറഞ്ഞോ? അങ്ങനല്ല, അത് വളച്ചൊടിക്കാണ്. എങ്ങനെ? ഞാൻ അത് ചോദിക്കുന്നത്, നിങ്ങൾ വളച്ചൊടിക്കുന്ന കണ്ടീഷൻ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? അല്ല, ഞാൻ അനുഭാവിയാണ്. അതുകൊണ്ടാണ് ഈ ക്യാപ്സൂൾ എന്ന് ചോദിക്കുന്നത്. അല്ല, അത് നിങ്ങളിപ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളാപ്പള്ളി നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കുകയാണ് സംഭവം. മൂപ്പര് മൊത്തത്തിൽ മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനും മുസ്ലിമാണ്, പക്ഷെ എനിക്കത് ബാധിച്ചില്ല. കാരണം വെച്ചാൽ എന്താണ്, മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടില്ല. മൂപ്പര് വെള്ളാപ്പള്ളി മൊത്തത്തിൽ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത്, മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് പറയുന്നതല്ലേ? അതല്ലാതെ മുസ്ലിം സമുദായത്തിനെ പറ്റി എങ്ങനെ പറയുന്നത്? മുസ്ലിങ്ങൾ ഫുള്ളും ശ്വാസം വിടാൻ കഴിയില്ല എന്ന് പറയണ്ടോ? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് സുബൈർ എന്ന് പേര് വിളിച്ച് പറയണോ? അങ്ങനല്ല, മുസ്ലിങ്ങൾ എന്നല്ലല്ലോ പറഞ്ഞത്. മുസ്ലിങ്ങൾ കാരണം നമുക്ക് ശ്വാസം വിടാൻ കഴിയില്ല എന്ന് പറയില്ലല്ലോ. അത് പറയണോ? മലപ്പുറത്തെ മുസ്ലിം സമുദായം, മലപ്പുറത്തെ മുസ്ലിം മാത്രമേ ഉള്ളൂ. അങ്ങനാണോ? മലപ്പുറത്തെ മുസ്ലിം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ മുസ്ലിം അല്ലേ? അങ്ങനല്ലാന്ന്. മലപ്പുറത്തെ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ബാധിക്കോ? മുസ്ലിങ്ങൾക്ക് ബാധിക്കോ? ഇല്ലല്ലോ. മലപ്പുറത്തെ മുസ്ലിം എന്താ ചിലപ്പോ വ്യക്തിപരമായ മുമ്പിൽ എന്താ ഉണ്ടാവും? അല്ല, അത് അത്തരം രീതിയിലേക്ക് ഒരു പബ്ലിക്കായി നിൽക്കുന്ന ഒരു വ്യക്തി പറയാൻ പാടുണ്ടോ? അത് രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യണേ? കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് പോയത് എന്തുകൊണ്ടാ അറിയോ? അതിനെ കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം എല്ലാ മത സംഘടനകള് ഒന്നിച്ചതിന്റെ ഭാഗമായിട്ടാണ് വോട്ട് പോയത്. അല്ലാതെ മൂപ്പരായി പറഞ്ഞതിനെ കൊണ്ടല്ല. കഴിഞ്ഞ സമയത്ത് എല്ലാ മത തീവ്ര സംഘടനകൾ ഒന്നിച്ചതിന്റെ ഭാഗമായിട്ടാണ്. മത തീവ്രവാദ സംഘടന എന്ന് പറയുന്ന സാധനം PDP-യിൽ പെടുവോ? PDP എല്ലാം പെടല്ലോ. പെടും. അപ്പൊ ഈ PDP-യിലിട്ട് ഒരു തവണ ഈ ഇടതുപക്ഷം മത്സരിച്ച് അപ്പൊ പെടൂലേ? അങ്ങനെ അല്ല, അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിനായിട്ട് ഇടതുപക്ഷം നല്ല രീതിയിലേക്ക് നല്ല സുഹൃബന്ധം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നല്ല രീതിയിലേക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ പല സമയത്തും വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാ? നിങ്ങൾ എല്ലാം ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്ത് മുട്ടിക്കാൻ തന്നെയല്ലേ എനിക്ക് അത്ര നിങ്ങളെ മുട്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാള് പറഞ്ഞത് എന്താ, സ്കൂളുകളും മറ്റൊന്നും വിവാഹത്തിന് കൊടുക്കുന്നില്ല എന്നല്ലേ?
അത് 9 വർഷം ഭരിച്ചിട്ട് അതെന്തായി ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അയാൾക്കില്ല ഇനിയോ. 9 വർഷം ഇടതുപക്ഷം ഭരിച്ച് അന്നപ്പോൾ അത് ചോദിച്ചു വാങ്ങാണ്ട് വരാനിരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് അയാൾ തെറ്റ് പറ്റിപ്പോയതാ. അയാൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. അതാണ് നമ്മളെ ഉദ്ദേശം. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മലപ്പുറം തന്നെ പിന്നെ ന്യൂനപക്ഷ ജാസ്തിയുള്ളൊരു ജില്ലയാണ് മലപ്പുറം. അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും മുസ്ലിം ലീഗൊക്കെ ശബ്ദിക്കാറുള്ളത്. അത് ശബ്ദിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് എതിരാളികൾക്ക് അതിനെക്കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കൽ. ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു ജില്ലയാണ്. എല്ലാവരെയും ആരും ഒപ്പം പോയാലും ജനങ്ങളെ സഹായിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. വെള്ളാപ്പള്ളിക്ക് എന്താ മാനസികമായിട്ടുള്ള എന്തൊരു തകരാറുണ്ടെന്ന് തോന്നുന്നു. അയാളിങ്ങനെ പറയാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. കൂടുതലും മലപ്പുറം ജില്ലേനെ പറ്റിയിട്ടാണ് പറയുന്നത്. മുസ്ലിം ലീഗിനല്ല പറയുന്നത്, മൊത്തത്തിലുള്ളതാണല്ലോ പറയുന്നത്. അല്ല അയാൾ പാർട്ടി മുസ്ലിം ലീഗ് ആണെന്നല്ലേ പറയുന്നില്ല. മലപ്പുറം ജില്ലേനെ പറ്റിയിട്ട് അങ്ങനെ ഓരോന്നൊന്നും സംസാരിക്കുന്നത്. പക്ഷെ അത് നല്ലതല്ലല്ലേ, വേറെ വർഗീയതല്ല അത് പറയുന്നത്. എന്താണ് മലപ്പുറം ജില്ലയുടെ കാഴ്ചപ്പാട് എന്താ നിങ്ങൾ? മലപ്പുറം ജില്ലേൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളും മാത്രമല്ലല്ലോ, അവിടെ ഹിന്ദുക്കളുണ്ടല്ലോ, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും മലപ്പുറം ജില്ലയിൽ സൗഹാർദ്ദപരമായിട്ട് എന്താ മലപ്പുറം ജില്ലയെ കുറിച്ച്? മലപ്പുറം ജില്ലയെ പറ്റി പറയാൻ മലപ്പുറം ജില്ലയിൽ ഇന്ന് ഒരു വർഗീയതയായിട്ട് സംഭവം കണ്ടിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം ഹിന്ദു ഒരു വർഗീയമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാർത്ഥമായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം കഴിഞ്ഞപ്പോൾ ഈ സദാസ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കൂടുതലും മുസ്ലിം ലീഗാണ് വിജയിച്ചത്, മുസ്ലിം ലീഗ്. അപ്പം അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ ജയിക്കാൻ പാടില്ലല്ലോ, വർഗീയത ഉണ്ടെങ്കിൽ. അപ്പം ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടാണല്ലോ ഓരോരോ വാർഡുകളും തിരഞ്ഞെടുത്തത്. ഓനിക്കിപ്പോ 3 പേര് ലൂസാണ്. കാരണം എന്തും പറയാനുള്ള നാവുണ്ടല്ലോ, ആ നാവ് പോയത്തെ ഒഴുക്കുവെള്ളമായിട്ടുള്ള ആളാണ് ഓനി. കാരണം നാവ് സൂക്ഷിക്കണം. മനുഷ്യ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ള 2 അവയവങ്ങളാണ്. ഒന്ന് നാവും മനുഷ്യന്റെ. അത് കേടായാൽ മനുഷ്യൻ കേടായി, അത് നന്നായാൽ മനുഷ്യൻ നന്നായി. ആൻ്റെ നാവ് 2 സാധനം കേടാ. അത് മാറ്റാൻ കഴിയൂല. എനിക്ക് ബുദ്ധി മരികിച്ച് പോയി ഓൻ്റെതെല്ലാം. ഓൻ എത്രഞ്ഞ് ശ്രമിച്ചാലും ഓൻ്റെ ബുദ്ധി ഒരിക്കലും നന്നാവൂല. അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല. കാരണം തോന്നുന്നു നശിച്ചു പോയൊരു മനുഷ്യനാണെന്നാണ്. എന്താണ് മലപ്പുറം ജില്ല? മലപ്പുറം ജില്ല എന്നല്ല, ഇന്ത്യ നമ്മളെ രാജ്യമാണ്. എല്ലാ ആൾക്കാർക്കും ഓരോ മനുഷ്യർക്കും മനുഷ്യത്വ രൂപത്തിൽ ജീവിക്കാനുള്ള രാജ്യമാണ് ഇന്ത്യ. അല്ലാണ്ട് ഓൻ്റെ സ്വത്തൊന്നല്ല ഈ മലപ്പുറം ഒന്നും, അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എല്ലാ രാജ്യങ്ങളും നമ്മളെ സ്ഥലം എല്ലാവരും സ്നേഹിക്കാനുള്ള, സഹോദര ജീവിക്കാനുള്ള സ്ഥലമാണ്. മലപ്പുറം ആയാലും കോഴിക്കോടായാലും കേരള ആയാലും ഇന്ത്യ ആയാലും എല്ലാവരും മതസൗഹാർദ്ദം ജീവിക്കാനുള്ള രാജ്യമായിട്ട് തീരണം. മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടാവണം. ആ ബോധം എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അത് മലപ്പുറം ജില്ല നല്ലൊരു ജില്ല തന്നെയാണ്. അവിടെ എല്ലാ ജനങ്ങളും ഒരു മതപരമായിട്ടൊരു താരതമ്യം ഏർപ്പെടുത്തുന്നില്ല എല്ലാവർക്കും. കാരണം ഏതൊരു മതസ്ഥനും അവിടെ കുറച്ചൊരു മാസമെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ പറ്റി അറിയാൻ പറ്റും. എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള മതസ്ഥരോട് പെരുമാറുന്നതെല്ലാം അറിയാൻ പറ്റും. കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു ജില്ല മലപ്പുറം എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും അവിടുന്ന് വരുന്ന ആളുകളോടൊക്കെ നല്ലൊരു പെരുമാറ്റം അവിടെയുള്ള ജനങ്ങളുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഈ ഇത്തരം പ്രസ്താവന എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ സംഘടന നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് ഏത് രാഷ്ട്രീയത്തിലും ഏത് പാർട്ടിയിലും അവിടുത്തെ ഓരോ നേതാക്കന്മാർ ചെയ്യുന്നതാണ്. ഒരു പാർട്ടി നിലനിൽപ്പിനും രാഷ്ട്രീയ സംഘടന നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത്തരം രീതിയിലേക്ക് സ്ഫുടത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ശരിക്കും മാറ്റേണ്ടതല്ലേ, ഒഴിവാക്കേണ്ടതല്ലേ? അത് ശരിയാണ്. ഒരു സംഘടന നേതാവ് നിലക്ക് അത് മാറ്റേണ്ടതാണ്. അത് അവര് പറയുമ്പോൾ ആണ് മറ്റുള്ള പ്രതിനിധികൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുക. ഒരു സംഘടന നേതൃത്വത്തിലുള്ള ആളുകൾ അത് ഏറ്റെടുക്കുക. അപ്പോൾ നേതാക്കന്മാരിങ്ങനെ പറയുന്നതെന്ന് മാറിയിരിക്കുന്ന ഏറ്റവും നല്ലത് ഏത് സംഘടനയായാലും. വർഗീയം കൊണ്ടിടുന്നത് കൊണ്ട് മാർക്സ് പാർട്ടി വരെ ക്ഷീണം പറ്റിയിരിക്കുന്നു. മലപ്പുറം ജില്ല ഉസാറായിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്ഷീണമാണ് മലപ്പുറം ജില്ലയിൽ കിട്ടിയത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം അതാണ് ഇപ്പോൾ കാണുന്നത്. തിരഞ്ഞെടുപ്പ് മനസ്സിലാകുന്നത് അതാണ്. മാർക്സ് പാർട്ടി വെള്ളാപ്പള്ളിനെ കുട്ടിയല്ലോ. അതുകൊണ്ടാണ് മാർക്സ് പാർട്ടി തന്നെ തോൽച്ചത് പല സ്ഥലത്തും. ന്യൂനപക്ഷത്തിലെ വോട്ടൊന്നും കിട്ടിയിട്ടില്ല പ്രാവശ്യം മാർക്സ് പാർട്ടിക്ക്. മലപ്പുറം ജില്ല എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ്? നല്ല സ്ഥലമാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല ആൾക്കാരാണ്, നല്ല സ്ഥലമാണ്. അയാൾ ഫുള്ള് വർഗീയത പറഞ്ഞു കിടക്കല്ലേ, സമനില വെച്ച് കിടക്കല്ലേ. നമ്മൾ വേറെ എന്താ അഭിപ്രായം മൂപ്പരെ പറയണ്ടേ? അയാൾ ഫുള്ള് വർഗീയത പറയാൻ വേറെ വർത്തമാനം എടുത്തില്ല.
അയാൾ എന്ത് സമുദായ നേതാവാ? അയാൾ നേതാവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറഞ്ഞ വർഗീയത പറഞ്ഞാട് അയാൾ ഒരു ബോട്ടിന്റെ ഇതിനും വേണ്ടിയിട്ട് അയാൾ വർഗീയത പറഞ്ഞ് നടന്നൊരു കാര്യമുണ്ടോ? ഇവിടെ എല്ലാവരും ഒരേ മത തുല്യതയിൽ പോകണം, എല്ലാ മതക്കാരും. അതല്ലേ ഇവിടെ നമ്മളെ ജനാധിപത്യം. അതല്ലേ നമ്മളിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെല്ലാം ഒന്നിച്ച് ജീവിച്ച് മരിച്ചുകൊണ്ട് ആളുകളല്ലേ. ഈ വർഗീയത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ ഫുള്ള് വർഗീയതല്ലേ പറയണേ. എന്താണ് മലപ്പുറം ജില്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? മലപ്പുറം ജില്ല കാഴ്ചപ്പാട് എന്ന് പറയാന്ന് വെച്ചാൽ പല രാഷ്ട്രീയക്കാരും പല ആളുകളും ഉള്ള ആളുകളാണ്. അപ്പോൾ മലപ്പുറം ജില്ലേനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല. ഇത്തരം ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നമ്മളെ കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മോശമാവുകയല്ലേ? മോശമായി ഇങ്ങോട്ട് ഇരിക്കല്ലേ. എന്താന്ന് വെച്ചാല് മോശമായി ഇങ്ങോട്ട് ഇരിക്കാന്ന് വെച്ചാല് ഈ പാർട്ടിക്ക് ഇത്രയും അധപതനം വരാൻ കാരണം എന്താ? ശബരിമല പ്രശ്നം, പല പ്രശ്നങ്ങളും, പിന്നെ അധപതനം വരൂലേ. അതിപ്പോൾ അയാൾ അഭിപ്രായം പറഞ്ഞാൽ അതിലിപ്പോൾ നമുക്കൊന്നും പറയാനില്ലല്ലോ അതിൽ. അത് അയാൾ അഭിപ്രായം പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ അത് തോന്നുന്ന രീതിയിലേക്ക് ഒരു സ്പ്രെഡ് ഉണ്ടാക്കുന്ന രീതിയിൽ, സ്ഫുടത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ എത്രത്തോളം കേരളത്തിന്? അതിപ്പം ഒരാൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, മറ്റൊരാൾ സ്ഫുടത ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കൊന്നും പറയാൻ പറ്റില്ല. അയാൾ അത് അല്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പല ആളുകളും പല രീതിയിലും സംസാരിക്കും. അതൊന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അയാൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിനെ പറ്റി ചില മൂപ്പരെ വാക്കിൽ ചില ഒരു മോശം വന്നിക്കണ്. ഇനി അത് മൂപ്പര് തിരുത്താൻ ശ്രമിക്കണ്ടല്ലോ. വേറൊന്നും പറയാനില്ല. എന്താണ് മലപ്പുറം ജില്ല? മലപ്പുറം ജില്ല ആണ് ഏറ്റവും നല്ല ജില്ലയല്ലേ, നല്ല ഇതല്ലേ. അവിടെയുള്ള എല്ലാവരും ഭയങ്കര മതസൗഹാർദ്ദത്തിനെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ജില്ലയാണ്. ഈ ബാക്കി എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് ഇപ്പോൾ എല്ലാവരും അറിയുന്നല്ലേ. ഒരു നബിദിനുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നബിദിനുണ്ടെങ്കിലും അവിടെ ഹിന്ദു മുസ്ലിം എല്ലാവരും വളരെ ഐക്യമാണ്. എന്ത് സംഭവിക്കാൻ അയാൾ ദിനം പ്രതി ഇങ്ങനെ സംസാരിച്ചു കൊടുക്കണതിനാ. അതിനെന്തെങ്കിലും വെറുതെ വെച്ച് ചോദിക്കാതെ അയാൾ ഒഴിഞ്ഞു നാരായണ ഒഴിഞ്ഞു മാറും. അത്ര തന്നെ അത്ര വിവരമുള്ളൂ. എന്നല്ലാതെ അറുത്തൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. ഇപ്പം ഇന്നലെ കണ്ടില്ലേ ചില മാധ്യമങ്ങൾ ഇതേമാതിരി ചെന്നിട്ട് എന്താ പറഞ്ഞത്, ഞാനിത് ദിനം പ്രതി പറഞ്ഞു കൊടുക്കണത്. ഇപ്പം എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല എന്നല്ലാതെ ഒഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഇതെന്താ പറയാം, വേറെ ഒന്നും പ്രത്യേകം പറയാനില്ല. അത് അതിനായിട്ട് ഇട്ടതാ. അയാളും ബി സി ജോർജൊക്കെ അതിൻ്റെതായ ആ നിലവാ തന്നെ പോയി കൊടുക്കുള്ളൂ. അതൊരു ഇഞ്ചക്ഷൻ കയറിപ്പോയി. എന്താണെന്നുള്ള അയാൾക്കെന്നെ അറിയുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ പറയാം. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എഫക്ട് ചെയ്താൽ അപ്പോൾ ആ സംസാരം അങ്ങനെ വരുള്ളൂ. രക്തത്തിലൊക്കെ അങ്ങനെ ആയിപ്പോയാൽ, തലച്ചോറിലൊക്കെ കയറിപ്പോയാൽ അതങ്ങനെ വരുള്ളൂ. അതിക്ക് മാറ്റിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ അറിയുന്ന മലപ്പുറം ജില്ല എന്താണ്? മലപ്പുറം ജില്ല സ്ഥലമല്ലേ, നല്ല സൗകര്യത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ നല്ല. ഇപ്പോൾ അങ്ങനത്തെ യാതൊരു വർഗീയത അങ്ങനത്തെ യാതൊന്നുമില്ല. ഒക്കെ എല്ലാവരും ഒരേ സേഫ്റ്റിയാണ്. അത് എല്ലാവർക്കും പോയാൽ തന്നെ അറിയാം. അതൊരു വല്ലാതെ സ്ഥലം തന്നെയാണ്. നമുക്ക് അനുഭവങ്ങളുണ്ട്. ഞാനൊക്കെ എന്നെ അവിടെ പോയിട്ടുണ്ട്. ഞാൻ പോയിക്കാൻ എല്ലാവരും സംസാരിക്കാൻ വിളിക്കാൻ എന്ത് വൈകി വെച്ചാൽ എന്തായാലും ഒക്കെ പറഞ്ഞു തരും. ആരാരും എന്ത് വെച്ചാലും അത് നല്ല സംസാരം ധൈര്യം ഒക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയം തന്നെ വേറെ ഒന്നുമല്ല. രാഷ്ട്രീയം തന്നെ അടി വെച്ചും മറ്റേ ലീഗും കോൺഗ്രസും ഇതെല്ലാം പാടായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ വോട്ട് പിടിക്കാനുള്ള ഒരു തൻ്റെതാണത്. അത് തന്നെ എല്ലാവർക്കും അറിയുന്നവർക്കറിയാം. അതൊരു വോട്ട് ഒരു ഇതാണുള്ളത്. കാരണം കൂട്ടുപിടിച്ചാൽ വോട്ട് കിട്ടുമോ? വോട്ടിന് കിട്ടാൻ അതിൻ്റെ ആൾക്കാർ അതിനുണ്ടാവും. ഓരോരുത്തരും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ. വെള്ളപ്പള്ളിക്ക് ഒരാൾ, ബി സി ജോർജിന് ഒരാൾ, പിണറായിക്ക് ഒരാൾ, കോൺഗ്രസ് അങ്ങനെ സാധ്യത ഇങ്ങനെ ഓരോ വിട്ടിട്ട് ബി ജെ പിക്ക് ഒരാൾ, ഇങ്ങനെ ഓരോ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പോവാ. അതിലിപ്പോൾ തപ്പ് കണ്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തലയുടെ മറിച്ച് കളിക്കും. മലപ്പുറം നല്ലൊരു ജില്ലയാണ്. സൂപ്പറാണ്. നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നല്ല മനുഷ്യരാണ്. പിന്നെ ഒരു രാജ്യത്തോട് കൂടുതലുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് അവിടുത്തെ ഒരുപാട് ആളുകൾ വില്യങ്ങാടിയിൽ വരാറുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് പറയാം. അവർ നല്ല പക്വതയുള്ളവരാണ്, വിവരമുള്ളവരാണ്. പക്ഷേ അവരെ കുറിച്ചിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മളെ ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് അവരെ അറിയില്ലായിരുന്നു. നമ്മൾ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു മോശമാക്കിയിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് മനസ്സിലായി അവർ ഏറ്റവും നല്ലവരാണ്. നല്ല ഉഷാരം ഇരുന്ന തലമുറ അതിനേക്കാളും കൂടുതൽ ചെറുപ്പക്കാർ നല്ല യോഗ്യരാണ്. വെറുതെ ആണെന്ന് തോന്നുന്നു. കാരണം ചില ശരിക്കും ഒരു മണ്ടത്തരാണത്. ശരിക്കും നല്ല വർത്താനല്ലോ. പക്ഷെ അയാളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. രാഷ്ട്രീയപരമായ ഒരു പക്വതൊന്നുമില്ല. പക്ഷേ അതൊരു വെറുതെ വർത്താനാണ്. കാര്യം അതിലൊരു കഴിവില്ല. വെള്ളാപ്പള്ളിക്ക് അങ്ങനെയല്ല, വെള്ളാപ്പള്ളി എന്നല്ല, ആർക്കും വേണമെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇതല്ല. ഇത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം വളരെ പക്വപരമായ കാര്യം, വളരെ ക്ലിയർ ഉള്ള കാര്യം. എനിക്ക് വെള്ളപ്പള്ളിനെ പറ്റി അങ്ങനെ അറിയില്ല. മൂപ്പര് ഇങ്ങനെ പറഞ്ഞ പല പ്രശ്നം പറയും. മൂപ്പര് ഞാനങ്ങനെ ചിന്തിക്കാറില്ല. മൂപ്പര് വർത്താനം മൂപ്പര് പോയിക്കോട്ടെ, നമുക്ക് പോകാലോ. എന്താണ് നിങ്ങൾ അറിയുന്ന മലപ്പുറം ജില്ല? മലപ്പുറം എന്ന് പറഞ്ഞാല് മലപ്പുറം നല്ല സൗഹാർദ്ദമുള്ള ജില്ലയാണ്. മുസ്ലിംസ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ ജില്ല അതറിയും. വേറെ ഒന്നും അറിയില്ല. സൗഹാർദ്ദത്തിന്റെ കുറവുണ്ടോ? എന്താ കണ്ടോ നിങ്ങൾ?
സൗഹൃദം ഒരു കുറവില്ല, എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ചെയ്യണ്ടല്ലോ. ഇതെന്താണ് പറ്റാത്ത ഒരു വർത്താനാണ്. നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള നാടാണ് നമ്മളെ നാട്. അയാൾ പറയുന്നത് ശരിയല്ല. അതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനുള്ള ഒരു വർഗീയ രൂപത്തിലുള്ള സംസാരങ്ങളാണ് അയാളെ വരുന്നത്. അത് പറ്റില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളെ കാഴ്ചപ്പാടിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്? നല്ല സൗഹാർദ്ദ നാടൊന്നുമില്ല മലപ്പുറം ജില്ല, കുഴപ്പമൊന്നുമില്ല. മുസ്ലിംസുകൾ ജാസ്തി ഉണ്ടെന്നുള്ള ഒരു കുഴപ്പമുള്ളൂ. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ജില്ല, നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ജില്ലയൊക്കെ തന്നെയാണ്. അവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. മലപ്പുറം ജില്ല പിന്നെ ലീഗുകാർ തന്നെ കൈകാര്യം ചെയ്യുള്ളൂ. നീ അല്ല, അങ്ങനല്ല. ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മലപ്പുറം ജില്ല നല്ല പുരോഗമനല്ലേ നാടല്ലേ. റോഡ് വികസനമൊക്കെ, റോഡൊക്കെ അമ്മാതിരി റോഡാണ് മലപ്പുറത്തിലെ റോഡൊക്കെ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നല്ല വെള്ളാപ്പള്ളി നടേശന് സമനില തെറ്റിയോ? ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.